നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ ട്രംപിന്റെ പുതിയ ഭീഷണി ഇറാന്റെ ആണവ ശേഖരം ഒളിപ്പിച്ച സാഗ്രോസ് പർവ്വത മേഖല ആക്രമിക്കുമെന്നാണ്. ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക് ആക്സ് മൗണ്ടൻ മലനിരകളിലെ തുരങ്കങ്ങളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഇറാൻ മാറ്റിയതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആക്രമണം ഉടൻ ഉണ്ടാകും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമേൽ 10 ഇരട്ടിയായി തിരിച്ചടി എന്നാണ് US യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സേതും പ്രതികരിച്ചത്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 2025 ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മാറ്റമുണ്ടായത് എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസിന്റെ നിഗമനം. അന്നത്തെ സംഘർഷത്തിൽ US ഇസ്രായേൽ സേനകൾ ഇറാന്റെ നിരവധി ആണവ നിലയങ്ങൾ ആക്രമിച്ചിരുന്നു. നടാൻസ് ഫോർഡോ ആണവ നിലയങ്ങൾ തകർന്നു. പിക് ആക്സ് കേന്ദ്രം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഫെബ്രുവരി 28-ന് കൂടുതൽ ശക്തമായ വ്യോമാക്രമണം തുടരുന്നു. ഈ വ്യോമാക്രമണത്തിൽ ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 300 അടിയിലധികം താഴ്ചയിൽ ഉറപ്പുള്ള ഗ്രാനൈറ്റ് പാറകൾക്കടിയിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബഹ്റിനിൽ ആമസോൺ ഡേറ്റ ഹബ് ആക്രമിച്ചെന്നാണ് ഇറാന്റെ അവകാശവാദം. ഹോർമുസിൽ UAE തീരത്തോട് ചേർന്ന് കപ്പൽ ആക്രമിക്കപ്പെടുകയുണ്ടായി. സൗദിക്ക് മേൽ ഹൂതികളുടെ നാവിക ഉപരോധം കൂടിയതോടെ സംഘർഷസ്ഥിതി സങ്കീർണം. ഗാസ മുനമ്പിൽ ഇസ്രായേൽ വീണ്ടും അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ മന്ത്രി ഓറിറ്റ് സ്ട്രോക്ക്. എന്തായാലും ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിടുന്നു, അതിലേക്ക് ആക്രമണം വ്യാപിക്കപ്പെടുകയാണ് നേതാക്കന്മാരുടെ നിർദ്ദേശം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിവരവും കൂടി നമുക്ക് നോക്കാം. ഗാസ മുനമ്പിൽ ഇസ്രായേൽ വീണ്ടും അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയണമെന്ന നിർദ്ദേശവുമായി ഇസ്രായേൽ മന്ത്രി ഓറിറ്റ് സ്ട്രോക്ക്. ഗാസ പ്രദേശം ഇസ്രായേലിന്റെ ഭൂമിയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ജൂതന്മാർ ഗാസയിൽ ജീവിക്കേണ്ടവരാണെന്നും ഗാസയിൽ വീണ്ടും കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം തികച്ചും ന്യായമാണ് എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ജൂതമത നിയമം അനുസരിച്ച് മാത്രമല്ല, അന്താരാഷ്ട്ര നിയമപ്രകാരവും ഗാസ ഇസ്രായേലിന്റെ ഭാഗമാണ്. എന്നാൽ അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസ എന്നത് അധിനിവേശ ഫലസ്തീൻ ഭൂമിയുടെ ഭാഗമാണ്. അധിനിവേശ ഭൂമിയിലെ ഇസ്രായേൽ കുടിയേറ്റങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്നും അവ അന്താരാഷ്ട്ര നിയമങ്ങൾ UN പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ആഗോള സമൂഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ കുടിയേറ്റക്കാരും ഭരണകൂടത്തിലെ മന്ത്രിമാരും നടത്തിയ കൂറ്റൻ മാർച്ചിന് തൊട്ടുപിറ്റേന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. സൈനിക നിരോധിത മേഖല മറികടന്ന് ഗാസയിൽ വീണ്ടും അനധികൃത കുടിയേറ്റം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം നടത്തിയത്. 2005 ഓഗസ്റ്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏറിയൽ ഷാരോണിന്റെ പ്ലാൻ പ്രകാരം വടക്കേ വെസ്റ്റ് ബാങ്കിലെ 4 അനധികൃത കുടിയേറ്റങ്ങളും ഗാസയിലെ ഗുഷ് ഖതീഫ് ബ്ലോക്കും ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു. ഈ ഒഴിപ്പിക്കലിന്റെ 21ാം വാർഷികം അടയാളപ്പെടുത്തുന്നതിനായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.